ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലങ്ങൾക്കൊക്കെ? അൽഹംദുലില്ലാ ഞാനിവിടുത്തെ റാഹത്തായിട്ട് സുഖമായിട്ട് ഇരിക്കണം കേട്ടോ. ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾക്ക് അറിയില്ലേ. ഈ നോമ്പ് നോറ്റിക്കാണ്ട് നമ്മൾ ലേഹം ഉണ്ടാക്കലും ലേഹം വിൽക്കലും ഔത്തത്തെ പണിയും ഒക്കെ പാടെ വീഡിയോ എടുക്കലും വീഡിയോ എഡിറ്റ് ചെയ്യലും ഒക്കെ ഓരോ തിരക്കലാണ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടൊക്കെ എടുക്കണ വീഡിയോസാണ്. നിങ്ങളെ ഇബാദത്തുകളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒഴിവോടുക്കനെ കണ്ട് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി. അപ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്യേണ്ടി. റിഷാ മൊയ്തു ഫാമിലി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യേണ്ടി. അപ്പോൾ പൊലച്ചക്കിലെ വിശേഷങ്ങൾ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെലച്ച വിശേഷങ്ങൾ ഞാൻ കാണിച്ചിട്ട് തന്നെ അല്ലേ. രാത്രിയാണ് അധികം ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കൽ കേട്ടോ. ഏകദേശം 4 മണിക്കൊക്കെ ഞാൻ അലാറം വെക്കും, ചിലപ്പോൾ 3:30 അലാറം വെക്കും കേട്ടോ. അങ്ങനെ എണീറ്റ് ചോറവിടെ ഉണ്ടാക്കി വെക്കും. പിന്നെ എന്തെങ്കിലും കറിയൊക്കെ അപ്പം നീച്ച് കണ്ടാൽ ഉണ്ടാക്കുക കേട്ടോ. താളിച്ചതാണ് ഇവിടെ പതിവ്. ഇവിടെ ചോറ് എല്ലാവരും ഒന്നും തിന്നൂല. ഇവിടെ ചോറ് കാക്കു തന്നെ കാര്യമായിട്ട് തിന്നാ. റിതുവിനും എനിക്കൊക്കെ അപ്പാണ് കേട്ടോ. അപ്പോൾ തലേന്നത്തെ പത്തിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തിന്നും. പിന്നെ പത്തിരിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചോറുന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ചോറ് തിന്നാൽ പെട്ടെന്ന് നമുക്ക് ദഹനം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ആകെ കുഴക്കും ക്ഷീണവും തളർച്ചയൊക്കെ തുടങ്ങും. അപ്പോൾ പത്തിരിയൊക്കെ ഒരു 3-4 അകത്താക്കി കഴിഞ്ഞാൽ ഒരു ക്ഷീണത്തിനൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാക്കണ് ചോറ് കിട്ടണം ചിലവർക്ക് കേട്ടോ. ചില ഭാഗത്തൊക്കെ അങ്ങനെ. ആദ്യമൊക്കെ എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കണ്ട് ശീലമായതാണ്. ആദ്യം ഞങ്ങളെ പെരയിലൊക്കെ ചോറായിരുന്നു ഉണ്ടാക്കുക കേട്ടോ. ചോറും താളിച്ചതും പയറുപ്പേരിയോ ഉണക്കമീനോ അല്ലെങ്കിൽ ഇറച്ചിൻ്റെ എന്തെങ്കിലോ ഒക്കെ ഉണ്ടാക്കും കേട്ടോ. മുട്ട അങ്ങനെ ഉണ്ടാക്കലില്ല. മുട്ട ഉണ്ടാക്കിയ എന്താണെന്നോ പിന്നെ അതിങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ നമുക്ക് ഇങ്ങനെ തോന്നൂലേ നേരം വെളുക്കുമ്പോൾ. അപ്പോൾ പിന്നെ ആ പരിപാടി എടുക്കലില്ല കേട്ടോ. ഉണക്കമീൻ എന്തെങ്കിലും സ്രാവൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കണ്ട് അങ്ങോട്ട് ആ ഉപ്പ് വെള്ളമൊക്കെ കളഞ്ഞ് കണ്ട് ഒന്നാണ് പൊരിച്ചെടുത്താൽ സൂപ്പറാണ്. പിന്നെ താളിപ്പ് പതിവാട്ടോ. ചെരങ്ങാ താളിപ്പോ മത്തൻ താളിപ്പോ ചീരത്താളിപ്പോ മുരിങ്ങത്താളിപ്പാണ് എൻ്റെ പതിവ്. നിങ്ങൾക്ക് അറിയാമല്ലേ. അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതോടുകൂടി നമുക്ക് മുരിങ്ങ വല്ലാതെ ഇങ്ങോട്ട് കിട്ടാതായിട്ടോ. പിന്നെ താഴത്ത് പോയാലൊക്കെ കിട്ടും. അവിടേക്കൊണ്ട് ഇറങ്ങി പോകണം കേട്ടോ. മറ്റേ നിങ്ങൾക്ക് അറിയാലേ നമ്മളെ തൊടുവിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി കണ്ടൊക്കെ മുരിങ്ങ 2 ഇല്ലയായാലും കൊടുന്ന് കാണ്ട് ഞാൻ അങ്ങോട്ട് താളിച്ചു തന്നാൽ ഒരു ചാറ് ആവുമല്ലോ. അതിനിപ്പോൾ നോൽമ്പാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ അങ്ങനെ. ഇവിടെ പിന്നെ മലപ്പുറത്ത് പ്രത്യേകിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താളിപ്പാണ് ഇവിടെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ചിലവർ തക്കാളിയൊക്കെ താളിച്ചു കേട്ടോ. അതെനിക്ക് വലിയ തീർപ്പതില്ല. ഈ നേരം വെളുക്കാൻ കാലമൊക്കെ തക്കാളി താളിച്ച് കാണ്ട് തിന്നുമ്പോൾ അതൊരു ഇതില്ല. തക്കാളി താളിപ്പ് രസമാണ്. അത് പകലൊക്കെ തിന്നുമ്പോൾ രസമാണ്. പെലച്ചക്ക് ചിരങ്ങ അല്ലെങ്കിൽ മുരിങ്ങൻ്റെ കിട്ടണം കേട്ടോ. അപ്പോൾ ചീര ലേസം ഞാൻ പോന്നപ്പോഴേ വാങ്ങി പോന്നിരുന്നു. 40 ഉറുപ്പ്യൻ്റെ ചീരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓലോട് എനിക്ക് 20 ഉറുപ്പ്യൻ്റെ മതി, കുറേ ഒന്നും വേണ്ട പറഞ്ഞു ഞാൻ. പലിച്ചക്ക അങ്ങനെ തിന്നൂലല്ലോ. അപ്പോൾ ചീര താളിപ്പോൾ അവിടെ റെഡിയാക്കി വെച്ചിരിക്കണ്. ഇത് തലേങ്ങത്തെ ഇറച്ചിയാണ് കേട്ടോ. അത് ഞാൻ മസാല കൂട്ടിക്കാണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി ബാക്കി അങ്ങോട്ട് ഫ്രിഡ്ജിക്ക് കയറ്റി വെച്ചിരുന്നു കേട്ടോ. ഒക്കെ പാടെ പൊരിച്ച് കാണ്ട് ഇതാക്കണ്ടല്ലോ കരുതിക്കാണ്ട് ആവശ്യത്തിന് മാത്രം എടുത്ത് പൊരിച്ചു. അപ്പോൾ അന്ന് റിതു എണീറ്റിട്ടില്ലായിരുന്നു അതിൻ്റെ തലേന്ന് കേട്ടോ. പെലച്ചക്ക് ഓനങ്ങനെ നീയത്ത് വെച്ചിക്കാണ്ട് കിടന്നിക്കായിരുന്നു. അപ്പോൾ ഓൻ്റെ ബാക്കി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നേരം വെളുക്കാൻ കാലമാണ് 3 മണിക്ക് നീച്ച് കണ്ടാണ് ചിക്കനൊക്കെ പൊരിച്ചല് പറഞ്ഞില്ലേ കറിയൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ അത് ബാക്കി അവിടെ ഉണ്ട്. അപ്പോൾ അതിക്ക് ലേസം ചിക്കൻ എടുത്ത് കാണ്ട് അങ്ങോട്ട് കെകിക്കാണ്ട് അതിക്ക് മസാല ഇട്ടിട്ട് കേട്ടോ. ബാക്കി ഞാൻ അതിക്ക് തന്നെ വെച്ചു കേട്ടോ. അത് ഇനി നാളേക്ക് എടുക്കാം. അങ്ങനെ ഒപ്പിക്കൽസൊക്കെ ആക്കി ഉണ്ടാക്കാം. എന്താണെന്നോ കുറേ ആളില്ലോടത്ത് നിങ്ങൾക്ക് അറിയാമല്ലേ. നമുക്ക് എത്ര തേച്ചാലും തേയില, എത്ര കൊടുന്നാലും തേയില. അപ്പോൾ പിന്നെ ഞാൻ അത് ഭാഗം വെക്കൽ തന്നെയാണ് കേട്ടോ. പെരയിൽ ഊരി വെക്കണ പോലെ ഭാഗം വെക്കലേ. പണ്ടത്തെ സ്വഭാവം തന്നെ കേട്ടോ. നിങ്ങളായിരുന്നു പിസ്കത്തരം കാട്ടുകയാണ് റിഷാറ്. പിസ്കത്തരം കാട്ടാഞ്ഞാൽ പറ്റൂല. കുറേ ആളില്ലോടത്തൊക്കെ അമ്മമാർക്കൊക്കെ അറിയാം. പണ്ടേ അങ്ങനെ തന്നെ അല്ലേ. ഊരി വെച്ച് ഉണ്ടാക്കും. അങ്ങനെ ഊരി വെക്കലാണ് കേട്ടോ. 1 കിലോ ഒക്കെ കോഴി കൊടുന്നാൽ ഞാനൊരു 4 എണ്ണമൊക്കെ ആക്കി എടുത്ത് വെക്കും കേട്ടോ. അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആർക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ എടുത്ത് കണ്ട് പൊരിച്ച വെറുതെ വേസ്റ്റ് ആക്കണ്ടേ. വേസ്റ്റ് എന്തായാലും ഇവിടെ ആവലില്ല. ബാക്കി ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ആവശ്യത്തിന് മാത്രം എടുക്കാമല്ലോ, നോമ്പൊക്കെ അല്ലേ. അപ്പോൾ അതങ്ങോട്ട് ചിക്കന് മസാല കൂട്ടിക്കാണ്ട് വെക്കട്ടെ കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി കണ്ട് അവിടെ ഊറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ബാക്കി പാത്രങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകട്ടെ. ഏകദേശം 9 മണിയൊക്കെ കഴിക്കണം കേട്ടോ. രാത്രി 9 മണിക്കാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെലച്ചക്ക് നീച്ച് കണ്ട കറിയും ചിക്കനൊക്കെ പൊരിച്ചൽ. അപ്പോൾ അതിൻ്റെ തലേന്ന് ഞാൻ ശരിക്കും അറിഞ്ഞില്ല കേട്ടോ. പെട്ടെന്ന് എണീറ്റപ്പോത്തിന് 4:45 കഴിക്കണം. 5 മണിയൊക്കെ കഴിക്കണം. പിന്നെ 5:45 5:20 ബാങ്ക് കൊടുക്കുമല്ലോ 5:30.
അപ്പോൾ പിന്നെ ഞമ്മക്ക് പെട്ടെന്ന് തിന്നമ്മയൊക്കെ ഉണ്ടാവുമ്പോഴേ കഴിയില്ല അമ്മക്ക്. അപ്പോൾ പിന്നെ ഞാനെന്ത് കാക്കും ഇങ്ങനെ ചീത്തറിയാം, നിങ്ങൾ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചോണ്ടി ഇറങ്ങണ്ടി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു വീഡിയോസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് മോറട്ടെ എന്ന് കരുതികാണ്ട് ഇവിടെ ഓല് കഴിച്ച പാത്രം ഓല തന്നെ കഴുകലുണ്ട് കേട്ടോ. ഞാൻ മക്കളെയൊക്കെ അങ്ങനെ തന്നെ പഠിപ്പിച്ചുള്ളൂ. എൻ്റെ മക്കളൊക്കെ ഇച്ചുവിനെ വരെ ഞാൻ ചീത്ത പറയലാണ് കേട്ടോ. അവനാൻ തിന്ന പാത്രം അവനാണ് മോറി വെച്ചാൽ അത്രേ ഉള്ളൂ. നമുക്ക് സുഖമായല്ലോ. എന്നാൽ കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചാലേ നിങ്ങൾക്ക് അറിയാം, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം. ഇതുവരെ പാത്രം മോറും. പിന്നെ വല്ലാതെ ഇപ്പം ഞാൻ പണ്ടത്തെ പോലെ വീഡിയോസിൽ അങ്ങനെ കാണിക്കലില്ല. ഒരു വലിയ കുട്ടികളല്ലേ, ഓൾക്ക് ഞാൻ ഒരു ഷെയ്മേഡ് വേണ്ട. ഓല വീട്ടിൽ എടുക്കുന്നത് അതിങ്ങനെ നമ്മൾ വീഡിയോസിൽ എടുത്താൽ അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട, ചങ്ങായിമാരടിയിൽ എന്ന് കരുതിയിട്ടാട്ടോ അടിച്ചു തരലും പാത്രം മോറി തരലൊക്കെ ഓൻ ചെയ്യും. എന്നാൽ എന്താണെന്നോ വന്ന് കയറുന്ന പെണ്ണുങ്ങൾക്ക് ഗതികേട് ഉണ്ടാവില്ല, അമ്മക്കും ഗതികേട് ഉണ്ടാവില്ല. ഇത് കണ്ടോ, അതിന് മസാലയൊക്കെ എല്ലാം കൂട്ടി വെച്ചതാണ് കേട്ടോ. അതിക്ക് കുറച്ചും കൂടി എരും പുളി അങ്ങോട്ട് ഉണ്ടാക്കി വെക്കട്ടെ കേട്ടോ. അതിക്ക് എന്നിട്ട് ബാക്കിയുള്ള ചിക്കൻ അതിക്ക് ഇട്ടുകാണ്ട് അങ്ങോട്ട് പൊരിച്ച് റെഡിയാക്കി വെച്ചാൽ നേരം വൈകിയാലും അലാറം ചിലപ്പോൾ അടിച്ചൂല എണ്ണിയാളെ. ചിലപ്പോൾ കാക്കൂൻ്റെ അടിച്ചൂല, എൻ്റെ അലാറം അടിച്ചൂല, കാക്കൂൻ്റെ അടുത്തുള്ള ഫോണിലും അടിച്ചൂല, ചിലപ്പോൾ എൻ്റെയിലും അടിച്ചൂല. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതാണ് കേട്ടോ. പിന്നെ എന്താണെന്നോ അമ്മക്ക് ഇനിയിപ്പോൾ 10 മിനിറ്റ് ആണെങ്കിലും വണ്ടി ഒന്ന് കണ്ട് വേഗം ചോറൊന്നും എല്ലാ പരിപാടിയും കഴിച്ചാൽ ഉമ്മയൊക്കെ ഉണ്ടാവുമ്പോഴാണ് കേട്ടോ. പിന്നെന്താ നിങ്ങളെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്, സുഖമല്ലേ നിങ്ങൾക്കൊക്കെ? പിന്നെ നിങ്ങളൊക്കെ എന്താ ഭക്ഷണം പെലച്ചക്ക് ചോറാണോ അതോ ഭക്ഷണം അപ്പാണോ, അതൊക്കെ ഒന്ന് പറയുന്നുണ്ടിട്ടോ. ഒന്നാമത് ഞാനെന്താണോ അറിയാത്തത്, ഈ കിടന്നുറങ്ങണ ടൈം നമുക്ക് കറക്റ്റ് കിടന്നാലല്ലേ മക്കളെ പെലച്ചക്കൊക്കെ എണീറ്റാൽ അറിയുള്ളൂ. ഭയങ്കര ക്ഷീണാരും ലേഹം ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഉണ്ടാക്കലും എണ്ണ ഉണ്ടാക്കലൊക്കെ ആയിട്ട് ഞാൻ എന്നെ കറുത്ത് കരുവാളിച്ചു പോയി. അപ്പോൾ അതിൻ്റെ ഒട്ടിയിൽ ഇങ്ങനെ നിന്നുകാണ്ട് ഇങ്ങനെ ഉണ്ടാക്കല്. അപ്പോൾ നേരം കാലമില്ലാതെ ഉറങ്ങിയിട്ടാണ് കേട്ടോ. ചിലപ്പോൾ 2 മണിക്കാരും ഞാൻ കിടക്കുക, ചിലപ്പോൾ 3 മണിക്കാരും. ആ കിടന്നാൽ തന്നെ ചിലപ്പോൾ 4 മണിക്കൊക്കെ അലാറം വെച്ചാൽ അറിയില്ല. അപ്പോൾ അധികം 3 മണിക്കൊക്കെ ഞാൻ കിടക്കുകയാണെങ്കിൽ എന്താതോ ഇവരെയൊക്കെ വിളിച്ചുകാണ്ട് ഓൾക്ക് ചോറ് കൊടുത്തുകാണ്ട് ആ ഒരു കിടക്കൂട്ടോ. കിടക്കാനും പേടിയാ. അപ്പം പിന്നെ നമുക്ക് ഇതേപോലെ സുബഹി ബാങ്ക് കൊടുക്കണമെന്നൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെയാണ്, നേരം കാലം ഇല്ലാതെയാണ് എൻ്റെ കിടത്തട്ടോ, ഒഴിവില്ല. അപ്പോൾ രാത്രി ഇടുന്ന മാക്സി കേട്ടോ. അപ്പോൾ ഞാൻ ആ തട്ടം കൊണ്ടൊന്നാണ് മറക്കുക. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് വീഡിയോസ് എടുക്കുമ്പോഴത്തേനും ഒരുപാട് നേരമാവും, ഒന്നിനും ഒഴിവ് കിട്ടലില്ല. അപ്പോൾ പണ്ടത്തെ മാതിരി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് അത്രയും വിലപ്പെട്ടതാണ് കേട്ടോ. നമ്മൾ ഒരു നേരം ഒരു മിനിറ്റ് നമ്മൾ മൈൻഡ് ചെയ്യാതെ എന്നാൽ ബാക്കിയുള്ളതൊക്കെ അവിടെ പെൻഡിങ് കിടക്കും. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പണിയുണ്ട്, കൊറിയർ എഴുതണ പണി കേട്ടോ. ആ എഴുതുമ്പോൾ എന്താണെന്നോ ഇതൊക്കെ കഴിഞ്ഞ് ഇവരെ മക്കളെയൊക്കെ ഉറക്കി ഭക്ഷണം കൊടുത്തുകൊണ്ട് ഉറക്കിയിട്ടാണ് ഞാൻ കൊറിയർ എഴുതാതിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ആ എഴുതാതിരിക്കുമ്പോഴാരും ഒരു വെള്ളം ചോറ് ചാറ് കാരണം ഇങ്ങനെ കരയൽ. അപ്പം ഞാൻ എന്താ കാട്ടുക, അതൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഉറക്കിയിട്ടാണ് എഴുതാതിരിക്കും. അപ്പോൾ ഏകദേശം എഴുതി വരുമ്പോൾ 2 മണിയൊക്കെ ആവും. പിന്നെ കണ്ണും പി കഴിഞ്ഞാൽ അലാറം അടിച്ചാലും കൂടി അറിയില്ല, നമ്മളെ തലക്ക് വന്ന് ചുറ്റിക്കൊണ്ട് അടിച്ചാലും കൂടി അറിയില്ല. അങ്ങനെ എന്തല്ലാതെ ഉറങ്ങും ഞാൻ കേട്ടോ. അപ്പോൾ പിന്നെ കാക്കു അലാറം വെച്ച് കാണും, കാക്കു തന്നെയാണ് അധിക ദിവസം എന്നെ വിളിച്ചൽ കേട്ടോ. ചിലപ്പോൾ കാക്കു എണീറ്റ് കാണും, കാക്കു ഉണ്ടാക്കി തരും. എന്നിട്ടാണ് എന്നെ വിളിച്ചത്. ചിലപ്പോൾ നേരം വൈകിയൊക്കെ കിടക്കണോണ്ടേ ഓവറായിട്ട് ഉറക്കമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമൊക്കെ വരും. ഇപ്പോൾ നോലുമ്പൊക്കെ അല്ലേ. അപ്പോൾ അതാക്കണ് ചിക്കനൊന്നും അങ്ങോട്ട് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അവർ കുറച്ച് ഇപ്പം തന്നെ പൊരിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ പെലച്ചക്ക് പിന്നെ അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. പിന്നെന്താ അതൊക്കെ കഴിഞ്ഞിട്ട് കൊറിയർ ചെയ്താൽ കുറേ ഉണ്ട്. അപ്പോൾ ലേഹം വേണ്ടിയാലൊക്കെ വിളിച്ചോളി. നമ്മൾ പുതിയ ചെമ്പിൽ ഉണ്ടാക്കിയ ലേഹിയാണ് കേട്ടോ. ഈ പ്രാവശ്യം അരക്ക് ഇൻ്റെലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഓഫർ വെച്ചോടുകൂടി ഒരുപാട് ആളുകൾ വാങ്ങൽ തുടങ്ങി കേട്ടോ. ഈ 200 എണ്ണയും 500 ലേഹ്യം അധികം ആളുകൾക്കും അത് വാങ്ങുമ്പോൾ ലാഭമാണ് അങ്ങനെ എടുക്കുമ്പോൾ കേട്ടോ. എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിൽ പറയലില്ല, അത് നിങ്ങൾ വാട്സപ്പിൽ ചെയ്താൽ ഞാൻ പറഞ്ഞു തരും. കാരണം വീഡിയോസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നൊക്കെ അധികം ഉമ്മമാരാരും കാണുക. അപ്പോൾ ഓല ആദ്യമായിട്ട് കണ്ടുകാണ്ട് ഓല് പെട്ടെന്ന് വിളിച്ചു കാണ്ട് ചോദിക്കൽ തുടങ്ങും, നിങ്ങൾ അതിൽ അത്രയാണല്ലോ പറഞ്ഞത്, പിന്നെ എന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത് ചോദിച്ചു. അതുകൊണ്ടാണ് വീഡിയോസിൽ പറയാത്തത് കേട്ടോ. വീഡിയോ പഴയതല്ലേ, അത് ഓടിക്കൊണ്ട് നിൽക്കുമായിരിക്കും. ഷെയ്മോളോട് ഉമ്മമാനെ കടത്താൻ ഞാൻ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഉമ്മമാനെ കടത്തി കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓള് കടത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ഓളും ഉമ്മമാൻ്റെ അടുത്ത് തന്നെയാണ് കിടക്കൽ കേട്ടോ. റിതു വന്നിട്ടുണ്ട്. റിതുവിനോട് ഞാൻ ആ ചട്ടിയത്തൊക്കെ ഒന്ന് മറിച്ചിടാടാ, ഞാൻ വീഡിയോ എടുക്കുകയാണ് കാരണക്കാണ്ടി. അപ്പോൾ കാക്കൂനും കുട്ടികൾക്കും ഇതാണ് പണി കേട്ടോ. കാക്കു കുട്ടികളെ ഉറക്കിക്കോളാം കാരണക്കാണ്ടി. എന്നാൽ പിന്നെ ഇത് എല്ലാ പണിയും കഴിഞ്ഞ് കാണി ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവരെ ഓർക്കുമ്പോൾ കുറേ നേരമാവും, കൊറിയർ ചെയ്താൻ കഴിയൂല. രാവിലെ കൊറിയർ ചെയ്തൽ നടക്കൂല. തലേന്ന് തരണം, പിറ്റേന്ന് വിടണം എന്നുണ്ടെങ്കിൽ കേട്ടോ. തലേന്ന് തന്നാലേ നമുക്ക് അങ്ങനെ കഴിയുള്ളൂ. രാത്രി മക്കളൊക്കെ ഉറങ്ങിയിട്ട് എനിക്ക് കൊറിയർ ചെയ്താൻ കഴിയുള്ളൂ. പിന്നെ അതിനനുസരിച്ച് രാവിലെ കാക്കു പാക്ക് ചെയ്യുക. കാക്കു പിന്നെ
പലിച്ചക്ക് നീച്ച് കഴിഞ്ഞാൽ കിടക്കൂല കേട്ടോ. സുബഹിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് കാക്കു കൂടുണ്ടാക്കലൊക്കെ തുടങ്ങും. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാക്കു ചെയ്തേക്കും കേട്ടോ. അപ്പോൾ കാക്കു ഉറക്കിക്കോളാറിന് കൊണ്ടുപോയതാണ്. അപ്പോൾ ഞാൻ വെറുതെ ലേറ്റ് ഇട്ട് നോക്കിയപ്പോഴേ ഞാൻ പറഞ്ഞു ഇതാണ് നിങ്ങൾ ഉറക്കൽ ചോദിച്ചേ. ഓല് ഉറങ്ങൂല. ഓൽക്ക് തന്നെ നമ്മൾ ഉമ്മാരെ എടുത്ത് ഇങ്ങനെ കിടന്ന് കാണ്ടുണ്ടാവുമല്ലോ നമ്മൾ ഉറക്കി കൊടുക്കൽ. അങ്ങനെ പുടിയാടില്ല. ഒന്നാമത് ഈ ചൊയ്വുമില്ല. ഓലെ ഇങ്ങനെ കൊഞ്ചിച്ച് കാണ്ട് എടുത്ത് കിടത്താനൊന്നും ഒഴിവുമില്ല. അപ്പോൾ എൻ്റെ പണിയൊന്നും നടക്കൂല. അപ്പോൾ കാക്കു തന്നെയാണ് അധികം ഉറക്കി കൊടുക്കലൊക്കെ കേട്ടോ. റിതുവിനോട് ഞാൻ പറഞ്ഞിരുന്നു അതൊന്നും മറിച്ചിടാടാന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ഓനവിടെയൊക്കെ അപ്പോത്തിന് പാത്രങ്ങളൊക്കെ ബാക്കിയുള്ളതൊക്കെ കേകി വൃത്തിയാക്കി കാണ്ടേ ഓനിങ്ങനെ ചിരിച്ചുണ്ട് എത്താൻ അത് അപ്പാണോ ചോദിച്ചുകൊണ്ട്. അതിൽ ലേശം കോൺഫ്ലവർ കൂടിയോ തോന്നുന്നു മക്കളെ. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ആ ഇറച്ചിമെന്ന് ഇങ്ങനെ ആ ഒരു സാധനങ്ങളൊക്കെ വിട്ടു പോരൂലേ. അപ്പോൾ അതിങ്ങനെ അവിടെ ഇങ്ങനെ ആ ഒരു ചുരുണ്ട് വരുന്നുണ്ടല്ലേ ആ ഷീറ്റ്. ഋതുവിനോട് ഞാൻ അവിടെ ഒരു ആണി തയ്ക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. ആണി തറച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നിന്നോളും. പിന്നെന്താ ലേഹം വേണ്ടിയാലൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ. കുറച്ച് ബോട്ടിലും കൂടി ഉള്ളൂ. ഇനി നമ്മൾ ആളായിട്ടേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.